വെൽക്കം ബാക്ക് ടു ലിലീസ് കിച്ചൺ മാജിക്. ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. കളിയടക്ക അല്ലെങ്കിൽ ചീട എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. അന്നേരം ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനാവശ്യമായിട്ട് ആദ്യം വേണ്ടത് അരിപ്പൊടിയാണ്, എള്ള്, ജീരകം, ഉപ്പ്, വെള്ളം. ഇത്രയും ചേരുവകൾ മാത്രമാണ് നമുക്ക് ഇതിനാവശ്യമായിട്ട് വേണ്ടത്. ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ 1 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ചെറിയ ജീരകമില്ലേ, പെരുംജീരകമല്ല ചെറിയ ജീരകമാണ് എടുത്തേക്കുന്നത്, അതൊരു ടീസ്പൂണോളം ഇട്ട് കൊടുത്തു. അതിനുശേഷം എള്ള് ഓപ്ഷണലാണ് കേട്ടോ, നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം മതി, എള്ളിടണം നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് ഞാനിവിടെ എള്ള എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായത് വേണ്ടത് ഒരു നല്ല ഇത് കിട്ടാൻ വേണ്ടി, ഒരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കാം, അല്ലെങ്കിൽ നെയ്യില്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി. ഇനി അതിലേക്ക് നമുക്ക് ചെറു ചൂടുവെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് ഇതാവുന്നതിന് വേണ്ടി, അധികം വെള്ളമാകാൻ വേണ്ടി പാടില്ല. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കൂലേ, അതേപോലെ നമുക്ക് കിട്ടണം. നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാവുന്നതാണ്. എന്നിട്ട് മിക്സാക്കി കഴിഞ്ഞ് അധികം വെള്ളം ഇതാകാനും പാടില്ല. നമ്മൾ ഇതുണ്ടോ, ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കണം. അതേപോലെ നമുക്ക് നന്നായിട്ട് ഇതുണ്ടോ, ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും നല്ല ഇതായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതെന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയിട്ടെടുക്കണം. വളരെ ചെറുത്, നമ്മൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ തമ്പനയിൽ കണ്ടതിന് വളരെ ചെറിയ ബോളായിട്ടാണ് ഇത് എടുക്കേണ്ടത്. കയ്യിലിട്ട് പിടിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇച്ചിരി വെള്ളം ഇതാക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. ഇങ്ങനെ ചെറിയ ബോൾസായിട്ട് നമുക്കിപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു 30 ചീടയിലും നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത് നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. എണ്ണയിലിട്ട് നമുക്ക് ആദ്യം നമ്മൾ ചട്ടി എടുത്ത് വെച്ചു. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്ന. ഒത്തിരി എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 2ആയിട്ടാണ് നമ്മളിപ്പോൾ എടുത്തതിന്, നമ്മൾ 2ആയിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അന്നേരം ഈ എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരണം. ഏകദേശം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ ബോളുകളായി വെച്ചിട്ടുള്ള നമ്മുടെ ചീട നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് എളുപ്പത്തിൽ കറുമുറ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. 4 മണി പലഹാരമായിട്ടും 4 മണിക്കൊക്കെ നമുക്ക് ഈ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണിത്. ഒരു ബുദ്ധിമുട്ടുമില്ല. കുറച്ച് അരിപ്പൊടി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഒത്തിരി എണ്ണയൊന്നും ഇത് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായിട്ടില്ല. അധികം മധുരമൊന്നുമില്ല. അത് കാരണം എങ്ങനെയുള്ള ആൾക്കാർക്കും ഇത് കഴിക്കാവുന്നതാണ്. എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. കളിയടക്ക എന്ന് ചില സ്ഥലത്ത് പറയും, ചില സ്ഥലത്ത് ചീട എന്നാണ്. പല പേരുകളിൽ ഈ ഒരു സ്നാക്സ് അറിയപ്പെടുന്നുണ്ട്. നേരം ഇത്രയും എണ്ണ നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ ഇടാവുന്നതാണ്. ഇനി ഏകദേശം ഇതായി ഒന്ന് എണ്ണയിലൊന്ന് ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് ഒന്നിത് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് കണ്ടോ, ഒന്ന് ഇതായിട്ടുണ്ട് എണ്ണ കിടന്നിട്ട്. ഇനി നമുക്കതൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാവുന്നതാണ്. ചെറിയ ബോൾസായിട്ട് നമുക്കിനി അതിൻ്റെ ഓരോന്നിനും അനുസരിച്ച് നമുക്ക് അതിൻ്റെ വേണമെങ്കിൽ സൈസിൽ വ്യത്യാസം വരുത്താവുന്നതാണ്. ചെറിയത് വേണേക്കാം. ഞാനിപ്പോൾ ഒരു ഇടത്തരമായിട്ടാണ്, നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് ആക്കുന്നത്. നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. ഇത് ഏകദേശം മുരിയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ടാക്കിയാൽ മതി. ആദ്യം ഇടുമ്പം കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ടാലും കരിഞ്ഞൊന്നും പോകാതെ അതിന് ഉള്ളും നന്നായിട്ട് വെന്ത് കിട്ടണം. അന്നേരം
നന്നായി ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് നോക്കണം. അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ കുറച്ച് എണ്ണയിൽ തന്നെ നമുക്ക് ഒത്തിരി എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി വേണം. നല്ലൊരു ബ്രൗൺ കളർ ആകുന്നവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ്, ആർക്ക് വേണം, കുട്ടികൾക്ക് വേണമെങ്കിൽ വരെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇതാ ഈ ഒരു പരുവത്തിലാവുമ്പോഴത്തേക്കും നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഒത്തിരി മുക്കാൻ വേണ്ടി പാടില്ല, അന്നേരം നമുക്കത് കടിച്ചു പൊട്ടിക്കാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ട് വരും. ഈ ഒരു പാങ്ങിലെത്തുമ്പോഴത്തേക്കും നമുക്ക് ഇത് കോരിയെടുക്കാവുന്നതാണ്. ഇനി ഇതാ നമ്മൾ ഒരൊറ്റ ട്രിപ്പിൽ തന്നെ ഇത്ര എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇത്ര എണ്ണം ഉണ്ടാക്കാൻ വേണ്ടി പറ്റി. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും വരിച്ചെടുക്കാവുന്നതാണ്. എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു ഡിഷാണ്. ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. ഇതാ എണ്ണയിലേക്ക് നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന ആ ചീട ബോൾസ് ആക്കി വെച്ചിരുന്നതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതേപോലെ നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് നന്നായി എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു 2 ട്രിപ്പിൽ തന്നെ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഞാനിവിടെ കുറച്ച് എണ്ണ ഉപയോഗിച്ചതുകൊണ്ട് നമുക്ക് ഇത്രയും തന്നെ ആക്കിയത്. അന്നേരം നമ്മുടെ കറുമുറ കഴിക്കാൻ പറ്റിയ നമ്മുടെ ചീട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്